നമസ്കാരം. വ്യാജ മതനിന്ദ കേസിൽ അകപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് നീതി കിട്ടാതെ പാകിസ്ഥാൻ വലയുകയാണ്. ആഗോള തലത്തിൽ തന്നെ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ മതനിന്ദ നിയമം ദുരുപയോഗപ്പെടുന്ന പശ്ചാത്തലത്തിൽ നീതിക്ക് വേണ്ടി പോരാട്ടവുമായി വ്യാജ മതനിന്ദ കേസിൽ അകപ്പെട്ട ക്രൈസ്തവർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് അന്യായമായി ദൈവചൂഷണ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്നവർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ കാലതാമസം എടുക്കുന്നു എന്നാണ് ഇരകളുടെ കുടുംബം ആരോപിക്കുന്നത്. 12 വർഷമായി വ്യാജ മതനിന്ദ കേസിൽ കുറ്റാരോപിതനായി 2020 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന 42-കാരനായ ആസിഫ് പെർവാസീസ് എന്ന ക്രൈസ്തവന്റെ കുടുംബമാണ് ദയനീയാവസ്ഥ ഒരു വാർത്താ ഏജൻസിയോട് പങ്കുവച്ചത്. ആസിഫ് നിരപരാധിയാണെന്നും അപ്പീലിന് പോയ അദ്ദേഹത്തിന്റെ കേസ് കോടതി ഏപ്രിൽ മാസത്തേക്ക് വെച്ചിരുന്നതാണെന്നും എന്നാൽ കാരണമൊന്നും നൽകാതെ അത് ഇപ്പോൾ റദ്ദാക്കിയെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. ഭീഷണി മൂലം കുടുംബം താമസം പോലും മാറ്റേണ്ടി വന്നുവെന്നും കുറ്റാരോപിതന്റെ സഹോദരൻ വസിം പെർവായിസ് വെളിപ്പെടുത്തി. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2023 ജൂലൈ 8-ന് 18ഉം 14ഉം വയസ്സ് പ്രായമുള്ള ആദിൽ ബാബർ, സൈമൺ നദീം എന്നിവരുടെ മേൽ ആരോപിക്കപ്പെട്ട ദൈവനിന്ദ കുറ്റം വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി തള്ളിക്കളഞ്ഞിരുന്നു. 23 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച അൻവർ കെന്നത്ത് എന്ന കത്തോലിക്ക വിശ്വാസിയെ ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ സുപ്രീം കോടതി വിട്ടയച്ചിരുന്നു. ഈ കേസുകളിലെല്ലാം നീണ്ട വിചാരണ കാലയളവിനെ തുടർന്ന് സ്വതന്ത്രമായി ജീവിക്കേണ്ട ക്രൈസ്തവർ നീതി നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെടുകയായിരുന്നു. പാകിസ്ഥാനിലെ മതനിന്ദ നിയമത്തിനെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം വ്യാപകമാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോഴ്സിന്റെ വേർഡ് വാച്ച് ലിസ്റ്റ് 2025 റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ.